ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ റെസിപ്പിയിൽ നിങ്ങളിവിടെ കാണുന്ന 3 സവാള, കറിവേപ്പില, ടൊമാറ്റോ, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളൊരു 500-400 ഗ്രാം ചിക്കൻ വരും. അതിനെ നമ്മൾ വേവിച്ചെടുത്തിരിക്കുകയാണ്. അതിൽ മഞ്ഞൾ, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഇച്ചിരി നാരങ്ങാനീര്. ഇനി നമ്മൾ ഈ ചെറിയ കുക്കറിലാണ് ഈ ഉള്ളി, സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയത്. അതായത് എണ്ണ ഒഴിച്ചിട്ടാണ് ഇതെല്ലാം ഇട്ടത്, വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ അടച്ചു വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം, വെയിറ്റ് ഇട്ടിട്ട് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി കറിയാണ്. താല്പര്യമുള്ളതെന്നത് ചെയ്ത് നോക്കണം ചെയ്യാത്ത ആൾക്കാർ. അപ്പം ഇനി നമ്മൾ അടുപ്പിൽ വേറൊരു പാൻ വെച്ചിട്ട് ഇതിൽ മഞ്ഞ, മുളക്, മല്ലി, ഇത് 3 ആവശ്യത്തിന് കാശ്മീരി മുളകാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ട് പാനിൽ നമ്മളിത് 3 ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയാണ്. വരട്ടെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത മല്ലിയും മുളകൊക്കെ എടുക്കത്തില്ല, അതുപോലെ അതിനെ ഒന്ന് ചെറു ചൂടിൽ വഴറ്റിയതിന് ശേഷം നമ്മുടെ കുക്കറിലുള്ള ഉള്ളിയും നമ്മൾ വേവിച്ച എല്ലാം അതായത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇവിടെ ഇട്ട് നമുക്കിതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണമെല്ലാം മാറി കെട്ടി നന്നായിട്ടൊന്ന് വഴറ്റി സോട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്കിതിനെ അടച്ചു വെച്ച് കുറേ സമയം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നിടം വരെ കുറേ നേരം ഒന്ന് വഴറ്റിയിട്ട് അതിനെ അടച്ചു വയ്ക്കണം. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് അതിൻ്റെ ഒരു പരുവാകുമ്പോൾ നമുക്ക് നോക്കാം. ഇത് വഴറ്റി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പരുവായി കിട്ടുമ്പോൾ നമുക്കിതിൽ നമ്മൾ ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ നമ്മൾ ഒരു ടൊമാറ്റോയാണ്, ഒരു വലുത്. അപ്പോൾ അതിനെ ഇതിലോട്ടിട്ടിട്ട് വീണ്ടും നമുക്ക് ഈ ടൊമാറ്റോ ഇടുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് എപ്പോഴും ഒന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഒന്ന് ഇറങ്ങിക്കിട്ടി ടൊമാറ്റോനെ വെന്ത് കിട്ടും. അപ്പോഴാണ് ശരിക്കും അതിനുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിനെ ഇപ്പോൾ അടച്ചു വെച്ചു. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് വീണ്ടും നമ്മളിതിനെ സോട്ട് ചെയ്യണം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം വലിയ പീസസാണ്. അപ്പം കുറച്ചേ ഉള്ളൂ. ഞാൻ അതിനത്രയും ഇതിലോട്ട് ചേർത്ത് നമ്മളതിലുണ്ടായിരുന്ന വെള്ളവും കൂടെ ചേർത്ത് ഇതിൽ നമ്മൾ മഞ്ഞ, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടാണ്, ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ശരിക്കും ഇതിലിപ്പോൾ ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, വെളിച്ചെണ്ണയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല മണവും നല്ല ടേസ്റ്റുമാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. പൊറോട്ട, ചപ്പാത്തി, കൂടെയൊക്കെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.